2026 സീസണിന്റെ തുടക്കത്തിൽ ആരാധകരെ വല്ലാതെ നിരാശപ്പെടുത്തിയൊരു കളിശൈലിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നതെങ്കിലും പുതിയ പരിശീലകനായ ആസ്ലി വെസ്റ്റ്വുഡിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടതോടെ ക്ലബ്ബ് മികച്ച തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. സ്വന്തം തട്ടകമായ കൊച്ചിയിൽ വമ്പൻ വിജയങ്ങൾ സ്വന്തമാക്കാനും ആരാധകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉണർന്നു കളിക്കാനും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിടിപ്പും വികാരവുമായി മാറിയ ബ്ലാസ്റ്റേഴ്സ് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരാധകരുടെ ഹൃദയം കീഴടക്കി മുന്നേറാനുള്ള ഈ ശുഭകരമായ സാഹചര്യത്തിലാണ് ആരാധകരെ ഞെട്ടിക്കുന്ന ചില നിരാശാജനകമായ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ആരാധകർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ടീം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുമ്പേ തന്നെ മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്. ക്ലബിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മുമ്പേ തന്നെ ചില ആലോചനകളും ചർച്ചകളും നടന്നിരുന്നുവെന്നും ടീം പൂട്ടിപ്പോകുന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ CEO അഭിക് ചാറ്റർജി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ അന്ന് വിചാരിച്ചതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും കൈവിട്ടുപോയ സാഹചര്യത്തിൽ ടീമിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നല്ലാതെ മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മൈതാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മികച്ച കളി പുറത്തെടുക്കുകയും വലിയ വിജയങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ക്ലബിന് നിലനിൽക്കാൻ ആവശ്യമായ വരുമാനമാക്കി മാറ്റാൻ മാനേജ്മെന്റിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ. കളി കാണാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു ഫുട്ബോൾ ക്ലബ്ബ് പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നത് മാനേജ്മെന്റിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു സീസൺ വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ വാർഷിക വരുമാനമായി കുറഞ്ഞത് 195 കോടി രൂപയെങ്കിലും കണ്ടെത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം ഒരിക്കലും പൂർത്തിയാക്കാൻ മാനേജ്മെന്റിന് സാധിക്കാറില്ല എന്നത് മാത്രമല്ല, ഓരോ വർഷം കഴിയുമ്പോഴും ഏകദേശം 10 മുതൽ 15 കോടി രൂപയ്ക്ക് മുകളിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് ബ്ലാസ്റ്റേഴ്സിന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭീമമായ നഷ്ടം താങ്ങാൻ ക്ലബ്ബ് ഉടമകൾക്ക് സാധിക്കാതെ വരുന്നു. ടീമിലെ പ്രമുഖ താരങ്ങൾക്ക് നൽകേണ്ടി വരുന്ന ഭീമമായ പ്രതിഫലവും ഹോം ഗ്രൗണ്ടായ സ്റ്റേഡിയത്തിന്റെ വലിയ തുകയായ വാടകയും കളിക്കാർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങൾ ഒരുക്കലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾക്കും താമസത്തിനുമായി വരുന്ന വൻ ചിലവുകളും എന്നിവയെല്ലാം കൂടിച്ചേരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഓരോ സീസണിലും ടീമിന് നേരിടേണ്ടി വരുന്നത്. ഈ ചിലവുകൾക്ക് ആനുപാതികമായ വരുമാനം സ്പോൺസർഷിപ്പുകളിൽ നിന്നോ മറ്റു മാർഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധികൾ കാക്കം കൂട്ടിക്കൊണ്ട് രാജ്യത്തെ ഫുട്ബോൾ ഭരണസമിതിയായ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന് അത്ര വലിയ പ്രാധാന്യമോ പിന്തുണയോ നൽകുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വർഷം ISL നടക്കുമോ എന്നുപോലും സംശയിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് വളരെ തട്ടിക്കൂട്ട് രൂപത്തിലാക്കി ഇത്തവണ ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെഡറേഷന്റെ ഈ ഒരുമാതിരിപ്പെട്ട സമീപനം ലീഗിന്റെ മൊത്തത്തിലുള്ള നിലവാരത്തെയും വരുമാനത്തെയും പല രീതിയിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ലീഗിന്റെ മുന്നോട്ടു പോക്ക് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്ന ഈ മോശം സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും തങ്ങളുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ പുനർവിചിന്തനം നടത്തേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ലീഗ് തന്നെ പ്രതിസന്ധിയിലാകുമ്പോൾ വലിയ തുക മുടക്കി ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആത്മഹത്യാപരമാണെന്ന ചിന്തയിലാണ് മാനേജ്മെന്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ISLൽ കളിക്കുന്ന മറ്റ് പല പ്രമുഖ ക്ലബ്ബുകളും ഇത്തരത്തിൽ കനത്ത സാമ്പത്തിക ബാധ്യത കാരണം പൂട്ടിക്കേണ്ട അവസ്ഥയിലാണുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചെന്നൈ, ഒഡീഷ, മുഹമ്മദൻസ് FC എന്നിവരും ഈ ലിസ്റ്റിലുണ്ട്. AIFFന്റെ ഭാഗത്തു നിന്ന് ക്ലബ്ബുകൾക്ക് ആവശ്യമായ രീതിയിലുള്ള സാമ്പത്തികമായ പിന്തുണയും ആനുകൂല്യങ്ങളും ഏറെ നാളുകളായി ടീമുകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങാനും പൂർണ്ണമായി പൂട്ടിക്കെട്ടുകയാണെങ്കിൽ
അത് മഞ്ഞപ്പടയുടെ ആരാധകർക്കുണ്ടാക്കുന്ന നിരാശയും സങ്കടവും വാക്കുകൾക്കപ്പുറമായിരിക്കും. കാരണം കളിക്കളത്തിലെ തോൽവികളിലും വിജയങ്ങളിലും ഒരേപോലെ ടീമിനെ നെഞ്ചിലേറ്റിയ വലിയൊരു ജനസമൂഹം ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഒന്ന് വിട്ടുനിന്നത് ഈ സീസണിൽ മാത്രമാണ്, അതും ടീമിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട്. ആരാധകർ വീണ്ടും സജീവമായി വരുന്ന ഈ നല്ല സമയത്ത് തന്നെയാണ് ക്ലബിൻ്റെ അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തകളും പുറത്തു വരുന്നത്. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാം.